റൂബൻ അമോറിം ഗോഡ് സോക്കർ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ 10 വർഷത്തിൽ ഇതിപ്പോ 10ാമത്തെ കോച്ചാണ് യുണൈറ്റഡ് മാറി മാറി വരുന്നത്. അമോറിം വന്നപ്പോൾ നമുക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്തെങ്കിലും മാറ്റം വരുത്തുന്നത്. പക്ഷെ എല്ലാ പ്രാവശ്യത്തെയും പോലെ എല്ലാ കോച്ചുമാരെയും പോലെ ചെറിയ പ്രതീക്ഷ വെച്ചിട്ട് അതും പോയി. റൂബൻ അമോറിമിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടൈം അദ്ദേഹത്തിന് കൊടുക്കാമായിരുന്നു എന്ന് നമുക്ക് തോന്നി. ഇപ്പോൾ ലാസ്റ്റ് 2 കളി ഡ്രോ ആയിരുന്നു. നമുക്ക് ഏറെക്കുറെ സിമ്പിളായിട്ട് ജയിക്കാവുന്ന കളികളായിരുന്നു. വോൾസിനോട്ട് ഏറ്റവും 20ാം സ്ഥാനത്ത് കിടക്കുന്ന ടീമാണ് വോൾസ്. അവരോട്ട് വരെ സമനില പിടിച്ചത്, അതും ഹോമിൽ. അത് പൊതുവെ ഫാൻസിന് പോലും ജയിക്കേണ്ട കളിയാണ്. പക്ഷെ അതിൽ നമുക്ക് ഫാൻസിന് പോലും തൃപ്തിയല്ല. ഇപ്പോൾ കഴിഞ്ഞ കളിയാണെങ്കിൽ ലീഡ്സ് 16ാം സ്ഥാനത്തോ മറ്റാണ്. അവരോടും ജയിക്കാനായില്ല. 1-1 ഡ്രോ. പിന്നെ അതുപോലെ അമോറിമിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അമോറിമിന് കുറച്ചും കൂടി ടൈം യുണൈറ്റഡ് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം 2027 വരെ കോൺട്രാക്ട് ഉണ്ടായിട്ടും പെട്ടെന്ന് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുക ചെയ്ത്. അതുപോലെ അമോറിമിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് 3 at the back സിസ്റ്റമാണ്. എത്ര ഗോൾ വാങ്ങി തോറ്റ് നിൽക്കുകയാണെങ്കിലും എത്ര കളി തോറ്റാലും ആ ഒരു സിസ്റ്റം മാറ്റാൻ അമോറിമ് തയ്യാറാവണില്ല. അത് ഫാൻസുകാരുടെ മുമ്പ് പ്രശ്നമാണ്. ഇപ്പോൾ ഒരേ പൊസിഷൻ തന്നെ കളിക്കുമ്പോൾ മറ്റു ടീമിന് പെട്ടെന്ന് നമ്മൾ ടാക്ടിക്സ് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം എന്താ പറയുക, കോബി മൈനുവിനെ പോലൊരു പ്ലെയറിന് ഒരു യങ് ടാലന്റ് നമ്മുടെ ടീമിനുണ്ടായിട്ടും നല്ലൊരു അവസരം കൊടുക്കുന്നില്ല. അത് തന്നെ ഫാൻസുകാരുടെ അടിയിലും പൊതുവെ അമോറിമിന്റെ സ്റ്റാറ്റ് വളരെ താന്നിട്ടാണ് കിടക്കുന്നത്. പിന്നെ അമോറിമിനെ സംബന്ധിച്ചിടത്തോളം സ്പോർട്ടിങ്ങിൽ അത്രയും, ഇപ്പോൾ UCL ആണെങ്കിൽ സിറ്റിയെ വരെ തോൽപ്പിച്ച് അത്രയും ഫോമിൽ നിൽക്കുന്ന ഒരു ടീം, ആ ടീമിനെയാണ് സ്പോർട്ടിങ്ങിൽ നിന്നാണ് അമോറിം ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നത്. നമ്മൾ ഒരുപാട് പ്രതീക്ഷ വെച്ചിരുന്നു അമോറിമിന്റെ കാര്യത്തിൽ. പക്ഷേ ഇതെന്തോ മാനേജ്മെന്റിന്റെ ഇഷ്യൂ ആണോ അതോ അമോറിമിന്റെ ഇപ്പോൾ ലാസ്റ്റ് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ പോലെ എന്താ ഈസ് നോട്ട് എ കോച്ച്, ഈസ് ജസ്റ്റ് എ മാനേജർ, അങ്ങനെ എന്തോ പറഞ്ഞ പോലെ. എന്താ സംഭവം നമുക്കറിയില്ല. ഇനി വരും കാലങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് തോന്നുന്നത്. പിന്നെ അമോറിമിന്റെ കഴിഞ്ഞ സീസൺ പൗതിയായിട്ടാണ് അമോറിമ് സ്ഥാനത്ത് വന്നത്. പൊതുവെ കഴിഞ്ഞ സീസൺ വെരി ഫ്ലോപ്പ് ആയിരുന്നു. ആള് ബിഗ് മാച്ചിൽ എന്തൊക്കെയോ മിറാക്കിൾ കാണിച്ചിട്ട് ജയിച്ചു പോകുന്നു. പക്ഷേ ഇവൻ നല്ലൊരു ചെറിയ ടീമിനോട്ട് വരെ തോൽക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. നമ്മൾ യൂറോപ്പ അടിക്കുന്ന വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷെ ഫൈനലിൽ തോറ്റുപോയി. അത് നമുക്ക് വലിയൊരു തിരിച്ചടിയാണ്. പിന്നെ അതുപോലെ പുതിയ സൈനിങ്ങൾ നമുക്ക് ഫോർവേഡ് മാത്രമാണ് അമോറിമ് ശ്രദ്ധ കേന്ദ്രീകരിച്ച്. നമുക്ക് കാര്യമായിട്ട് വേണ്ടിയിരുന്ന ഡിഫൻഡേഴ്സ് ആയിരുന്നു. നമ്മൾ ഡിലൈറ്റ് ആയിക്കോട്ടെ, അതുപോലെ ലിച്ച മാർട്ടിനസ് ആയിക്കോട്ടെ, പിന്നെ നമ്മളെ മഗ്വയർ, 3 പേർക്കും പരിക്ക. നല്ലൊരു ഡിഫൻഡർ ഇല്ലാതെയാണ് ഇപ്പോൾ യുണൈറ്റഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. നല്ലൊരു പ്രോപ്പർ ഡിഫൻഡർ ഇല്ല. പരിക്ക് പറ്റിയതുകൊണ്ട് അവർക്ക് പകരക്കാരായിട്ട് ആരെയും കിട്ടുന്നില്ല. അതാണ് വിഷയം. പിന്നെ അതുപോലെ യുണൈറ്റഡിന്റെ ആകെ ആഴ്ചയിൽ വരുന്നത് ഒരു പ്രീമിയർ ലീഗ് മത്സരം മാത്രമാണ്. ആ ഒരു 90 മിനിറ്റ് കളിക്കാനുള്ളൊരു സ്റ്റാമിന പോലും ഓരോ കളിക്കാർക്കും ഇല്ല. ഈവൻ കസമിറോ ആണ് ടീമിന്റെ ടോട്ടലി ബാലൻസ്. കസമിറോനെ ഈ അമോറിം 60ാം മിനിറ്റിൽ 70ാം മിനിറ്റിലാകുമ്പോഴത്തേന് സബ് ചെയ്യാണ്. അത് നമുക്ക് കസമിറോയുടെ മുഖത്ത് ആ ഒരു നീരസം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കസമിറോനെ 70 മിനിറ്റിൽ 60 മിനിറ്റ് ആകുമ്പോഴത്തേന് സബ് ചെയ്യാണ്. കസമിറോ പോയത് കൂടി നമുക്ക് കളി കാണുന്ന ഒരാളെന്ന രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കളിയുടെ താളം തെറ്റിന് യുണൈറ്റഡിന് പിന്നെ താളം കണ്ടെത്താനാവുന്നില്ല. ഡിഫൻസീവിൽ ഏറ്റവും നല്ല ഒരു സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു കളിക്കാരനാണ് കസമിറോ. അതുപോലെ ബ്രൂണോയുടെ കഴിഞ്ഞ സീസണിലെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് AMF നല്ല സ്ട്രൈക്കർ, ഒരുപാട് ഗോളൊക്കെ അടിച്ചിരുന്ന ചെക്കനാണ്. ഇപ്പോൾ അവനെന്ന് പറഞ്ഞാൽ നമ്മൾ DMF ആയിട്ടും അതുപോലെ ഒരുപാട് ഇറങ്ങി കളിക്കുന്ന രീതിയിലാണ് കാണുന്നത്. അതും അമോറിമിന്റെ ഒരു സിസ്റ്റമാണ്. പക്ഷെ അതൊന്നും നമ്മുടെ ബ്രൂണോക്ക് അത്ര അഡാപ്റ്റ് ആയിട്ട് കഴിയുന്നില്ല. യുണൈറ്റഡിന്റെ സീസൺ തുടങ്ങിയ ഫസ്റ്റ് മാച്ച് നമുക്ക് കണ്ടറിയാം. നമ്മൾ ആർസണലിനെതിരെയാണ് കളിച്ചത്. ഒരു ഗോളും തോറ്റെങ്കിലും ആ കളി നമ്മൾ നിറഞ്ഞു കളിച്ച്. സീസൺ തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു കളി കാണാൻ പറ്റിയതും നമുക്ക് ഈ സീസണിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. പൊതുവെ ഒരു 10 കളിയൊക്കെ കഴിയണ വരെ നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ പൊതുവെ ഓട്ടോമാറ്റിക് നമ്മളെ പഴയൊരു ടീമിന്റെ പെർഫോമൻസ്, അതേപോലെ ടീമിന്റെ ഓരോരുത്തർക്ക് പരിക്ക് പറ്റി തുടങ്ങി. അതായത് ആഴ്ചയിൽ ഒരു കളി മാത്രം, അതായത് പ്രീമിയർ ലീഗ് മാത്രമേ നമ്മൾ കളിക്കുന്നുള്ളൂ. എന്നിട്ട് പോലും കളിക്കാർക്ക് ഫിറ്റ്നസ് ആയിട്ട് നിൽക്കാനില്ല. അത് നമ്മുടെ ഏറ്റവും വലിയൊരു പരാജയമാണ്. ഡിഫൻഡേഴ്സ് 3 പേരും മെയിൻലി കളിക്കുന്ന 3 പേർക്കും പരിക്ക്. അത് തന്നെ നമ്മുടെ വലിയ പോരായ്മയായിട്ടാണ് നിൽക്കുന്നത്. ഒരു യുണൈറ്റഡ് ഫാൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, നമുക്ക് അമോറിമിന് കുറച്ചുകൂടെ അവസരങ്ങൾ കൊടുക്കായിരുന്നു. കാരണം നമ്മൾ ഇത്രയും 20 മത്സരമായി പ്രീമിയർ ലീഗിൽ. ഇനി FA കപ്പും അതുപോലെ പ്രീമിയർ ലീഗും മാത്രമേ ഉള്ളൂ. അതിന് ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അവസരങ്ങൾ കൊടുത്തിട്ട് ഈ സീസൺ ആയിട്ട് ആ ടൈമിലായിരുന്നു ശരിക്കും ഒരു കോച്ചിനെ മാറ്റേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് മാനേജ്മെന്റ് ഇങ്ങനെ തീരുമാനമെടുത്തത് നമുക്കറിയില്ല.
പിന്നെ അമോറിമിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ കോബി മൈനോ പോലെയുള്ള പ്ലേയേഴ്സിനെ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യണില്ല. ഒരു സ്ഥിരം ഫോർമേഷനിൽ 3 at the back സിസ്റ്റം കളിക്കുകയാണ്. ഏത് ടീമിനും അത് മനസ്സിലായി. പ്രീമിയർ ലീഗ് കളിക്കുന്ന ഏത് ടീം യുണൈറ്റഡിനെതിരെ വരുമ്പോൾ അവർക്കറിയാം യുണൈറ്റഡ് 3 at the back ആണ് കളിക്കുന്നത്. 20 കളിയിൽ 2 കളിയോ മറ്റാണ് ആ പൊസിഷൻ അല്ലാതെ അവർ കളിച്ചിട്ടുള്ളത് യുണൈറ്റഡ്. അത് യുണൈറ്റഡിന്റെ ഏറ്റവും വലിയ പോരായ്മയായിട്ട് നിൽക്കണം, അമോറിമിന്റെ പോരായ്മ. അതുപോലെ അമോറിം ടീം കളിക്കാർക്ക് വല്ല സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. അതുപോലെ ഇനി യുണൈറ്റഡിൽ ഇനി കോച്ചായിട്ട് ആര് വരും നമുക്കറിയില്ല. നമുക്ക് നല്ല ടാലൻസ് ആയ പ്ലേയേഴ്സ് ഉണ്ട്, അത് പുറത്തേക്ക് എടുക്കാൻ പറ്റിയ ആഞ്ചലോട്ടിയോ അതുപോലെ നമ്മുടെ ക്ലോപ്പ് പോലെ നല്ലൊരു കോച്ച് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ സീസണിൽ നമ്മളിപ്പോ അതായത് 20 മത്സരം കഴിഞ്ഞിട്ടുള്ളൂ, ഏകദേശം പകുതി ആയിട്ടുള്ളൂ. നമുക്ക് ഇനിയും കളികളുണ്ട്, നമുക്ക് തിരിച്ചു വരാൻ അവസരം ഇനിയും ഉണ്ട്. നമ്മളിപ്പോ 6ാം സ്ഥാനത്താണ്. നമ്മൾ ചെൽസി ലിവർപൂൾ തമ്മിലും വലിയ വ്യത്യാസമൊന്നുമില്ല, 3 പോയിന്റോ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. നമുക്ക് തിരിച്ചു വരാനുള്ള ടൈം ഉണ്ട്. ടോപ്പ് 4 എത്തിയിട്ട് അടുത്ത പ്രാവശ്യം UCL സ്ലോട്ടയിൽ നമുക്ക് ഈ പ്രാവശ്യം വേണം. അതാണ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളിപ്പോൾ കോച്ചിനെ പെട്ടെന്ന് മാറ്റിയാലും കളിക്കാർക്ക് തമ്മിൽ ഒരു ഒത്തനക്കം, കോച്ചും കളിക്കാരും തമ്മിൽ പിന്നെയും ഫോർമേഷൻ ചേഞ്ച്, ഒരുപാട് പ്രശ്നങ്ങൾ അതിലും ബാധിക്കുന്നതാണ്. ഇനിയിപ്പോ നമുക്ക് പുതിയ കോച്ച് വന്നിട്ട് പുതിയ പ്രതീക്ഷകളാണ്. ഓരോ കോച്ചും നമുക്ക് ഓരോ പ്രതീക്ഷകളല്ലേ. അതുപോലെ ഇനി ഒരു പുതിയ കോച്ച് വന്നിട്ട് നമ്മളെ യുണൈറ്റഡിന്റെ പഴയ കാലം പ്രൈം സീസണിൽ നമുക്ക് എത്താൻ പറ്റുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുപോലെ ട്രോഫികൾ അടിക്കാനും പ്രീമിയർ ലീഗ് ടൈറ്റിൽ ഒരു പ്രാവശ്യം അടിക്കാനും UCL അടിക്കാനൊക്കെ നമുക്ക് ആ ഒരു പ്രതീക്ഷയാണ് ഓരോ കോച്ച് വരുമ്പോൾ. ഇനി വരുന്ന കോച്ചിൽ നമുക്ക് അത് പ്രതീക്ഷിക്കട്ടെ. നമ്മൾ ആസ് എ യുണൈറ്റഡ് ഫാൻ എന്ന രീതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു, നമുക്കത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്.